എ ന്യൂ ബിഗിനിങ് ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സിനുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ എക്സോഡിയം എന്നാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ കോളേജിലെ NSS വളണ്ടിയേഴ്സും ടീച്ചേഴ്സും എല്ലാവരും തന്നെ വന്ന് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നമുക്ക് ഒരുപാട് അഡ്മിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെയും അവരുടെ പാരന്റ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അത്യാവശ്യം നോളജ് ഉള്ള രീതിയിലാണ് നമ്മുടെ പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്കൊന്നും തന്നെ 4 ഇയർ ഡിഗ്രിയെ കുറിച്ചിട്ട് അധികം അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പാസ് ഔട്ട് ബാച്ചിലുള്ള കുട്ടികൾക്ക് ടോപ്പേഴ്സിന് നമ്മളൊരു മൊമെന്റോ കൈമാറുന്ന ചടങ്ങും കൂടെ അതിലുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ബികോം പ്രൊഫഷണലിലെ വിഷ്ണുപ്രിയനാണ് അവിടുത്തെ ടോപ്പർ. ആ ക്ലാസ്സിലെ ടോപ്പർ അവനായിരുന്നു. അപ്പോൾ അവന്റെ കൂടെ കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ടോപ്പേഴ്സിനെ ഈ ഒരു ചടങ്ങിൽ വെച്ചിട്ട് നമ്മൾ മൊമെന്റോസ് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മാനേജറാണ് ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഡയറക്ടർ, നോഡൽ ഓഫീസർ, IQAC ഡയറക്ടർ, അങ്ങനെ എല്ലാ സ്ഥാനത്തിരിക്കുന്ന ആളുകളും വേദിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വ്യക്തികളും ഈ ഒരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെയാണ് പാരന്റ്സിനും കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ഇന്റേണലിന്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂൾ ടൈമിലുള്ള പോലെയല്ല കോളേജിൽ ഇന്റേണൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇന്റേണൽ കൊടുക്കുന്നത്, എക്സ്റ്റേണൽ എങ്ങനെയാണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ നോളജും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ NSS വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിന്റെ തന്നെ ഏറ്റവും നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് ഇവര്. പിന്നെ നമ്മുടെ കോളേജിന്റെ ഒരു വ്യൂ ആണിത്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് നമുക്ക് ചുറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്.